ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാട്ടോ. അപ്പോൾ 1-ാം തീയതി ഒക്കെ ആവാനായില്ലേ, അപ്പം കുറച്ചുമായിട്ട് ഇങ്ങനെ ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എന്തായാലും ആദ്യം മുറ്റടിച്ചു വരൽ എന്നത്തെ മാതിരി തുടങ്ങാൻ വെച്ചു. കാരണം എന്താ വെച്ചാൽ മഴ എപ്പോഴാണ് പൊട്ടി വീഴുകയെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അടിച്ചു വാരിങ്ങാണ്ട് കയറണം. അപ്പോഴേക്ക് മഴയൊക്കെ തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നേ. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബാക്ക് ഭാഗത്തേക്ക് അടിച്ചു വരാൻ എത്തിയില്ല. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അകത്തേക്ക് കയറിയേ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാനെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം മാറാലൊക്കെ അങ്ങനെ ഉണ്ടാവും. ആഴ്ചയിലാണ് ഒക്കെ തട്ടലുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ തിരിച്ച് അങ്ങനെ ഉണ്ടാവണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ വാതിലും ജനലുകളൊക്കെ ഒന്ന് തുടച്ചിടണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് മെല്ലെ തിരക്കുകളൊന്നും ഇല്ലല്ലോ. അപ്പം രാവിലെ എന്തായാലും ഞാൻ അടുക്കളയിൽ കയറി പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഏട്ടൻ രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിച്ചു എണീറ്റിട്ട് തന്നെ ഇല്ല. കാരണം എന്നും ട്യൂഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ എണീക്കണം. ഇന്ന് ഞാൻ കുറേ നേരം ഉറങ്ങുന്നൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടാണ് കിടന്നത്. വിച്ചു ആണെങ്കിൽ എത്ര ഇതാണെങ്കിലും അവൻ നേരത്തെ എണീക്കും കേട്ടോ. എണീച്ച് പിന്നെ അവൻ്റെ പല്ലേക്കലും ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞ് സൈക്കിളുമ്മൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റത്ത് സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അപ്പോൾ ആ നേരത്ത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിച്ചു എണീറ്റിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ. അപ്പോൾ അതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ചോറുമ്മയ്ക്കൊക്കെ നോക്കാൻ. ഇന്ന് ഗ്യാസുമ്മലൊക്കെ വെക്കാൻ വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ചോറിനായിട്ട് ഞാൻ തീയൊക്കെ പിടിപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വേണം തീ പിടിപ്പിക്കാൻ തന്നെ. കാരണം ഈ തണുപ്പ് തട്ടിയിട്ട് വിറകൊക്കെ ഒന്ന് കത്തി പിടിച്ച് കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പം ഇന്ന് ഞാൻ എന്തായാലും കുറച്ച് ചോറ് അതല്ലേ മതി. അപ്പോൾ അത് ഗ്യാസുമ്മൽ വയ്ക്കാം അങ്ങനെ വിചാരിച്ചു. ചുക്കവെള്ളമൊക്കെ പിന്നെ ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചതുണ്ട്. അപ്പോൾ പിന്നെ ചിക്കനല്ലേ, അത് വേണമെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ വേഗം ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് എന്തായാലും ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം പുറത്ത് മഴ പെയ്യണുണ്ട് പിന്നെ മഴ മാറണുണ്ട് അങ്ങനെ കേട്ടോ. അപ്പം അകത്തെ പണികൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇത് നാളെ ഒന്നും ആയാൽ പിന്നെ എന്താ പറയുക, ഇത് നടക്കൂല. എന്താ വെച്ചാൽ സ്കൂൾ പോക്കും ഇതൊക്കെ ആയി. പിന്നെ ഈ കുളിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, തട്ടലും കൊട്ടലും ക്ലീൻ ആക്കലും അതൊന്നും വല്ലാതെ നടക്കില്ല കേട്ടോ. അടുക്കള പണി പിന്നെ ജസ്റ്റ് അടിച്ചു വാരുക അങ്ങനെ ഒന്ന് തുടച്ചിടുക അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ അറിയുമോ, കർക്കിടക മാസമായാൽ ഇനിയിപ്പോൾ ചിക്കനും മീനൊന്നും വാങ്ങലുണ്ടാവില്ല. അപ്പോൾ നിച്ചൊക്കെ സ്കൂൾ ഇല്ലാതെ നിൽക്കുമല്ലേ. അപ്പോൾ പിന്നെ അന്ന് ഇനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഇനിയിപ്പോൾ കുറച്ച് കാലം അത് ഉണ്ടാക്കില്ലല്ലോ, ഒരു മാസത്തോളം ഇനിയിപ്പോൾ അങ്ങോട്ട് ചിന്തിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആവാമെന്ന് കരുതിങ്ങാണ്ട് പിന്നെ നോൺ വെജ് മിക്കാണ് കേട്ടോ നോക്കണേ. അതായാൽ നിച്ചുവിന് ചോറ് വേണ്ട കേട്ടോ. വിച്ചുവിന് പിന്നെ സാമ്പാറൊക്കെ മതിയേ. ചിക്കൻ വറുത്താൽ മാത്രം 1-2 കഷ്ണമൊക്കെ വിച്ചു കൂടുള്ളൂ. കറി അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അവന് എന്തായാലും 2 കഷ്ണം വറുത്ത് വയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി ഓരോരോ ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നിച്ചു എണീറ്റിട്ട് വേണം എന്നൊക്കെ വിചാരിച്ച് കുറേ നേരം ഞാൻ ഇങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഈ പണി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ അങ്ങനെ കരുതുക കേട്ടോ. അപ്പോൾ ഷോക്കേസിൻ്റെ ഉള്ളും ഇതൊക്കെ ഒന്ന് ആകെ വരച്ച് പുള്ളിയും കുത്തുമാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഈ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ട് വരക്കി വെച്ചു. ആകെ വരച്ച് കുറച്ചൊക്കെ ചെറുതാകുമ്പോൾ മുതലുള്ള വര ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരി, ടാറ്റാ.